So finally, OnePlus Nord C3 almost എല്ലാ ഫീച്ചേഴ്സും ലീക്കായി വന്നിട്ടുണ്ട് കേട്ടോ. റൂമേഴ്സാണ് ഒക്കെ. സോ എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചും എന്തൊക്കെയാണ് ഫീച്ചേഴ്സും വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ലീക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് OnePlus Nord C3 കംപ്ലീറ്റ് ഫീച്ചേഴ്സും സ്പെക്കുമാണ്. സോ ഈ ഒരു സ്പെക്സും കാര്യങ്ങളൊക്കെ 90% കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ 10% ഓക്കെ. സോ വീഡിയോ ഉപകാരപ്പെട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ OnePlus Nord CE3 6.72 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരാൻ ചാൻസ് കേട്ടോ. സോ 120 Hz ഒരു റീഫ്രഷ് റേറ്റും ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെ, നമ്മൾ ഫൈനലി പറയുന്ന പ്രൈസ് റേഞ്ചിൽ ഒരു വാല്യൂ ഫോർ മണിയായിട്ട് ഒരു ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ ആണ്. 6.78 അത് വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു സൈസ് വരുന്ന ഡിസ്പ്ലേ ആണ്. 120 Hzൻ്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ, പ്രൊസസ്സർ സൈഡ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 782G 5G എന്ന് പറഞ്ഞുള്ള ഒരു ചിപ്പ് സെറ്റാണ് ഇതിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. സ്നാപ്ഡ്രാഗൻ്റെ 782 5G എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ചിപ്പ് സെറ്റാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതിൽ വെച്ച് കുഴപ്പമില്ലാത്തൊരു ചിപ്പ് തന്നെയാണ് കേട്ടോ, ചിപ്പ് സെറ്റ് തന്നെയാണ്. സോ റാം നോക്കുകയാണെങ്കിൽ LPDDR4Xൻ്റെ റാമാണ് വരുന്നത്. അതേപോലെ തന്നെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 3.1 വരുന്നുണ്ട്. സോ റാം കുഴപ്പമില്ല, ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള റാം തന്നെയാണ്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് പോയിട്ടുണ്ട്. OnePlusൻ്റെ സ്വന്തം ഓക്സിജൻ OS ബേസ്ഡ് ആയിട്ടുള്ള Android 13 ആയിരിക്കും നമ്മുടെ സ്വന്തം OnePlus Nord CE3 വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ 2 വർഷത്തെ OS അപ്ഡേറ്റും നിങ്ങൾക്ക് അവർ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്യാമറ നോക്കുകയാണെങ്കിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കേട്ടോ. 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ, അങ്ങനെയാണ് വരുന്നത്. സോ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിയർ ക്യാമറയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ 16 MP ഒരു സിംഗിൾ ക്യാമറ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ 20 സംതിങ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് ഈ ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. അതായത് നിങ്ങൾ ഓവറായിട്ടൊരു ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. ഓക്കെ, നല്ലൊരു ക്യാമറ വേണമെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു 10-30,000 രൂപേൻ്റെ ഫോണെങ്കിലും എടുക്കണം. സോ ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ് വേണമെങ്കിൽ പറയാം. ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ ബാറ്ററി വൈസ് ഓക്കെയാണ് കേസ്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഒരു നോർമൽ യൂസറൊക്കെ ആണെങ്കിൽ 1 day 2 day ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായതുകൊണ്ട് എന്തായാലും ഒരു 10 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ബാറ്ററി വൈസ് കിടിലനാണ്. അതുകൊണ്ട് വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും 185 ഗ്രാം വെയിറ്റ് മാത്രമേ വരുള്ളൂ എന്നാണ് പറയുന്നത്. സോ അത്യാവശ്യം ഒരു കോമ്പാക്റ്റും അതേപോലെ തന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെ ആയിരിക്കും നമ്മുടെ OnePlus Nord CE3 എന്ന് പറയുന്നത് കേട്ടോ. CE3 ലൈറ്റും ഏകദേശം എന്ത് ചെയ്യും, ഈ ഒരു സെയിം സ്പെക്കല്ല, എന്നാലും ചെറിയൊരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ പ്രൈസ് എന്തായാലും ഒരു എനിക്ക് തോന്നുന്നു ഒരു 20,000 22 ആ റേഞ്ചിലൊക്കെ ആവാനാണ് ചാൻസ് കേട്ടോ. സോ അത് കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഫീച്ചേഴ്സും ലീക്കൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാം. സോ OnePlus Nord CE3 പ്രൈസ് നോക്കുകയാണെങ്കിൽ 8/128GB പ്രൈസ് വരുന്നത് 25,999 രൂപയാണ്, അതായത് 26,000 രൂപ. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ, അത് കറക്റ്റ് 26,000 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ. കാരണം സ്നാപ്ഡ്രാഗൻ്റെ 782G എന്നാണ് 5G ചിപ്പ് വരുന്നുണ്ട്, ഒരു AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, ക്യാമറ കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ്, അത്യാവശ്യം ബാറ്ററി വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെച്ചൊരു ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 782G ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ചിപ്പ് സെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. ബാക്കിയുള്ള 750 ഒക്കെ ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് OnePlus Nord CE3 ലൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് എന്തായാലും ഇതിനേക്കാളും പ്രൈസ് കുറവായിരിക്കും. സോ എനിക്ക് തോന്നുന്നു അത് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിലെ കിങ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ലീക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഇല്ലേ, അതൊന്ന് ഞെക്കിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ